നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡ് കൈവശമുള്ളവർക്ക് ഇതൊരു സുപ്രധാന അറിയിപ്പാണ്. സംരംഭക വായ്പകൾ, വിവിധ ക്ഷേമ പദ്ധതികൾ, സർക്കാരിൻ്റെ താൽക്കാലിക സ്ഥിര നിയമനങ്ങൾ എന്നിവയ്ക്കുള്ള അറിയിപ്പുകൾ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് വഴി ലഭിക്കുന്നതിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ കൃത്യമായിരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പല കാരണങ്ങളാൽ നിശ്ചിത സമയത്ത് കാർഡ് പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്കായിട്ട് സർക്കാർ ഇപ്പോൾ പ്രത്യേക പുതുക്കൽ നടപടികൾ, സ്പെഷ്യൽ റിന്യൂവൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. 1995 ജനുവരി 1-നും 2025 ഡിസംബർ 31-നും ഇടയിൽ കാർഡിൻ്റെ കാലാവധി അവസാനിക്കുകയും കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തവർക്കാണ് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് ഇതിനായിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട സീനിയോറിറ്റി തിരിച്ചു പിടിക്കാവുന്നതാണ്. ഓൺലൈൻ വഴി വിവരങ്ങൾ ശേഖരിക്കുന്നത് സാങ്കേതിക തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഗുണഭോക്താവോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന വ്യക്തിയോ നേരിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിക്കൊണ്ട് കാർഡ് പുതുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാർഡുമായി നേരിട്ട് ഓഫീസിലെത്തി ഈ സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ കൃഷിയിടങ്ങളിൽ ഒരുക്കുന്നതിനുള്ള സാമ്പത്തിക ധനസഹായ പദ്ധതികളിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായങ്ങളുമൊക്കെ തന്നെ ലഭ്യമാകുന്നതാണ്. അർഹരായ കർഷകർക്ക് 85% വരെ സബ്സിഡി ലഭിക്കുന്ന ഇത്തരം സ്കീമുകൾ വഴി കൃഷിയിടങ്ങളിൽ ശാസ്ത്രീയമായിട്ട് ജലം എത്തിക്കാനായിട്ട് സാധിക്കും. ഗുണഭോക്താവ് ചെറിയൊരു തുക മാത്രം ചിലവാക്കിയാൽ മതിയാകും. ബാക്കി തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതി വിഹിതമായിട്ട് നൽകുന്നതാണ്. സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ളവർ ഈ സുവർണാവസരം പാഴാക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റംസാൻ പ്രമാണിച്ച് പ്രത്യേക ഭക്ഷ്യ കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 1 കിലോ ശബരി അപ്പം പൊടി, അതോടൊപ്പം തന്നെ പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെ ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നലെയോടുകൂടി ഏകദേശം അതിൻ്റെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് കൈകളിലേക്ക് ഇനി പെൻഷൻ തുക എത്താൻ ബാക്കിയുള്ളത്. വളരെ വൈകാതെ അതിൻ്റെ വിതരണവും കൂടി പൂർത്തിയാകുന്നതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷനാണ്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുകയായിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. മാത്രമല്ല ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക അത് വൈകിപ്പിക്കുകയോ മെയ് മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. എന്തായാലും 2 മാസത്തെ പെൻഷൻ നമുക്ക് ഉറപ്പായി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യം അത് തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടവും പരിഗണിച്ച് ആനുകൂല്യ വിതരണത്തിൽ പിന്നീട് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വിതരണ തീയതി മുൻകൂട്ടി നിശ്ചയിച്ചതും അതോടൊപ്പം തന്നെ ആവശ്യമായ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ചെയ്തു വരുന്നത്. നിലവിൽ 63 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ പട്ടികയിലുള്ളത്. ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ പട്ടിക പുതുക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ അർഹതയില്ലാത്തവരെയൊക്കെ ഒഴിവാക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പരിശോധനകളും ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വ്യാഴാഴ്ച മാർച്ച് 5-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി ഇരട്ട ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 180 രൂപയും പവന് 1200 രൂപയുമാണ് 2 തവണയായിട്ട് കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയും കുറഞ്ഞിരുന്നു. ഗ്രാമിന് 14,990 രൂപയിലും പവന് 1,19,920 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 14,930 രൂപയിലും പവന് 1,19,440 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.